സെൻഡോ, അതുപോലെ തന്നെ സെൻഡോ, നാറ്റോ, അതുപോലെ തന്നെ പെരിസ്ട്രോയിക്ക. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സെൻഡോ, നാറ്റോ, പെരിസ്ട്രോയിക്ക. എന്താണ് സെൻഡോ എന്ന് പറയുന്നത്? സെൻഡോ എന്ന് പറയുന്നത് ഒരു സംവിധാനമാണ്. അത് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ ആണ് സെൻഡോ എന്ന് പറയുന്നത്. അതിൻ്റെ ഫുൾ ഫോം അങ്ങനെയാണ്, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. അതൊരു മ്യൂച്വൽ സെക്യൂരിറ്റി ഓർഗനൈസേഷൻ എന്നൊക്കെ നമുക്ക് പറയാം. ഈ മ്യൂച്വൽ സെക്യൂരിറ്റി ഓർഗനൈസേഷൻ രൂപം കൊള്ളുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഫാർ ഈസ്റ്റ് പ്രദേശങ്ങളിലെ സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പദ്ധതികളെ തകർക്കുന്നതിന് വേണ്ടി അമേരിക്ക, അതുപോലെ തന്നെ മറ്റ് അമേരിക്കയുടെ കൂട്ട് അല്ലെങ്കിൽ അലൈഡ് പവേഴ്സ് ആയിട്ടുള്ള മറ്റ് യൂറോപ്യൻ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടി രൂപം കൊടുത്ത ഒരു സൈനിക സഖ്യം, അതായിരുന്നു ഒരു മിലിറ്ററി അലയൻസ്, അതായിരുന്നു സെൻഡോ, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ എന്നത്. അപ്പോൾ ഒരു മിലിറ്ററി അലയൻസ് ആണ്. അതാണ് മനസ്സിലാക്കാനുള്ളത്. അമേരിക്ക ആദ്യം ടർക്കിയെ ഈ നാറ്റോയിൽ ഒരു മെമ്പറാക്കി. പിന്നീട് പാകിസ്ഥാന് വേണ്ടുന്ന സാമ്പത്തിക സഹായം, സൈനിക സഹായം എല്ലാം അമേരിക്ക നൽകുകയും ചെയ്തു. അത് ഒരു കാലഘട്ടം. 1954 ഏപ്രിൽ വീണ്ടും അതിന് വേണ്ടിയിട്ട് ഈ ലക്ഷ്യങ്ങളൊക്കെ, അതായത് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് വ്യാപനത്തെ ചെറുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രീറ്റി, ഒരു ഉടമ്പടി ഉണ്ടാക്കാനും തീരുമാനിച്ചു. ഇങ്ങനൊരു കാലഘട്ടത്തിൽ ഇറാഖ് ആ സമയത്ത് വെസ്റ്റേൺ സൈഡിന്, അമേരിക്കയ്ക്കും യൂറോപ്പിനും ഒക്കെ അനുകൂലമായ ഒരു ആറ്റിറ്റ്യൂഡാണ് സ്വീകരിച്ചത്. നാസറിന്റെ നേതൃത്വത്തിൽ റഷ്യൻ സഹായത്തോടെ ഈജിപ്ത് ഒരു വലിയ പവറായി വളർന്നു വരുന്നത് ഇറാഖിന് എന്നും ഭീഷണിയായിരുന്നു. അതുകൊണ്ടാണ് റഷ്യയുടെ എതിർചേരിയായ അമേരിക്കയോട് ഇറാഖ് അന്ന് ചായ്വ് കാണിച്ചത്. അപ്പോൾ 1955 ഇറാഖും തുർക്കിയും തമ്മിൽ ബാഗ്ദാദ് ഉടമ്പടി അങ്ങനെ ഒപ്പുവയ്ക്കുകയാണ്. ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1955. അപ്പോൾ ഇതോടെ പുതിയൊരു സൈനിക സഖ്യം തുടക്കം കുറിക്കപ്പെട്ടു. പിന്നീട് ബ്രിട്ടനും പാകിസ്ഥാനും കൂടി ആ ബാഗ്ദാദ് പാക്റ്റിൽ, ബാഗ്ദാദ് ട്രീറ്റിയിൽ ചേരുകയാണ്. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ ഇറാഖിൽ ഒരു സൈനിക അട്ടിമറി നടന്നു. സൈനിക അട്ടിമറി നടന്നതുകൊണ്ട് ഇറാഖ് ആ ബാഗ്ദാദ് പാക്റ്റിൽ നിന്ന് പിന്മാറി. ഇറാഖിലാണ് ബാഗ്ദാദ് എന്ന സ്ഥലം നമുക്കറിയാം. പിന്നെ ബാഗ്ദാദ് പാക്റ്റ് എന്ന പേരിന് വലിയ അർത്ഥമില്ല. പകരം അങ്കോറ ആസ്ഥാനമാക്കിക്കൊണ്ട് പുതിയൊരു പാക്റ്റ് നിലവിൽ വരികയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് സെൻഡോ എന്ന് പറയുന്നത്, സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ. അപ്പോൾ ബാഗ്ദാദ് പാക്റ്റ് ഇല്ലാതായത് കൊണ്ട് പകരം ഈ ലക്ഷ്യങ്ങൾ നേടാൻ വേണ്ടി മറ്റൊരു ട്രീറ്റി ഉണ്ടാക്കേണ്ട ആവശ്യം വന്നു. അതാണ് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ അമേരിക്ക ഇതിൽ ചേർന്നിട്ടില്ല എന്നത് മറ്റു വസ്തുതയാണ്. അമേരിക്ക ഈ സെൻഡോയിൽ പാർട്ട്ണർ ആവാതെ തന്നെ മാറി നിന്നുകൊണ്ട് അമേരിക്കയുടെ ലക്ഷ്യങ്ങളാണ് അതിലൂടെ നടക്കുന്നത്. എന്തായാലും ഇതിൻ്റെ മിലിറ്ററി സ്റ്റാഫ് കമ്മിറ്റിയിൽ ഒരു ഒബ്സർവേറ്റർ എന്ന നിലയിൽ, ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ അമേരിക്ക ചേർന്നിട്ടുമുണ്ട്. 1979 മാർച്ചിൽ ഇറാൻ, പാകിസ്ഥാൻ, തുർക്കി ഇത്രയും രാജ്യങ്ങളും പിന്നീട് ഇതിൽ നിന്ന് പിന്മാറി. അങ്ങനെ അപ്പോൾ അത് 1979 ഇതുണ്ടായത്. ബാക്കിയുള്ള പല രാജ്യങ്ങളും, ഇറാൻ പിന്മാറി, പാകിസ്ഥാൻ പിന്മാറി, തുർക്കിയും പിന്മാറി. ഇതിന് ശേഷം സെപ്റ്റംബർ 26 സഹാറയിൽ ഇതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പൂർണ്ണമായും ഇല്ലാതായി, പ്രവർത്തനക്ഷമമല്ലാതായി എന്നുള്ളതാണ്. സെൻഡോ അപ്പോൾ ഒരു നിലവിൽ പ്രവർത്തനക്ഷമമല്ലാത്തൊരു സംവിധാനമാണ്. ഒരു കാലഘട്ടത്തിൽ അത് കമ്മ്യൂണിസ്റ്റ് വ്യാപനത്തെ ചെറുക്കാൻ വേണ്ടി അമേരിക്കയുടെ നേതൃത്വത്തിൽ, അമേരിക്ക പാർട്ണറായി ചേരാതെ തന്നെ രൂപീകരിക്കപ്പെട്ട ഒരു സഖ്യമായിരുന്നു. അമേരിക്കയുടെ നിരീക്ഷണം മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് ബാക്കി എല്ലാവരും പിന്മാറി. ആദ്യം ഇറാഖ് പിന്മാറിയ ആ ബാഗ്ദാദ് പാക്റ്റ് ഇല്ലാതായതിൻ്റെ പകരം ഉണ്ടാക്കിയ ഒന്നാണ് സെൻഡോ. ഇതാണ് നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു ചോദ്യം നാറ്റോ എന്താണ് എന്നുള്ളതാണ്. അതൊരു മിലിറ്ററി കമ്മിറ്റി തന്നെയാണ് നാറ്റോ. നാറ്റോ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് നാറ്റോയെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അതും ഒരു പ്രാദേശികമായ ഒരു മിലിറ്ററി അലയൻസ് അഥവാ സൈനിക സഖ്യം എന്നാണ് നമുക്ക് നാറ്റോയെക്കുറിച്ച് പറയാൻ കഴിയുക. അതായത് ശീതസമരം നടന്നു, കോൾഡ് വാറിൻ്റെ ആ കാലഘട്ടത്തിൽ റഷ്യയുടെ സൈനിക നീക്കങ്ങൾ തടയണം. ഇത് അമേരിക്കയ്ക്ക് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് അമേരിക്ക നേതൃത്വം കൊടുത്ത് അമേരിക്കയുടെ ലീഡർഷിപ്പിൽ ഉണ്ടാക്കിയെടുത്ത, ഫോം ചെയ്തെടുത്ത ഒരു മിലിറ്ററി അലയൻസ് ആണ്, സൈനിക സഖ്യമാണ് നാറ്റോ. സോവിയറ്റ് സഖ്യത്തിനെതിരെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ എല്ലാം ഇതിലുണ്ടായിരുന്നു എന്നതാണ് പ്രത്യേകത. 1949 ഈ നാറ്റോയുടെ
ക്രമീകരണം നമുക്ക് കാണാൻ സാധിക്കും. 1949 ഏപ്രിൽ 4 വാഷിങ്ടണിൽ അമേരിക്ക, ഫ്രാൻസ്, ബ്രിട്ടൻ, ബെൽജിയം, നെതർലൻഡ്സ്, ലക്സംബർഗ്, ഡെൻമാർക്ക്, നോർവേ, ഇറ്റലി ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഈ നാറ്റോയിൽ അംഗമായിരുന്നു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നാറ്റോ എന്താണ് എന്നതാണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ഇൻ ദ ഇയർ 1949. ആരൊക്കെയായിരുന്നു? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, സെവറൽ വെസ്റ്റേൺ യൂറോപ്യൻ നേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ ഒക്കെ ഒരു കളക്റ്റീവ് സെക്യൂരിറ്റിയാണ്. സോവിയറ്റ് യൂണിയൻ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇവർ നിന്നത്. നാറ്റോ വാസ് ദ ഫസ്റ്റ് പീസ് ടൈം മിലിറ്ററി അലയൻസ്. സമാധാന കാലത്ത് ഉണ്ടാക്കിയ ആദ്യത്തെ സൈനിക സഖ്യമെന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എൻറ്റേർഡ് ഇൻ ടു ഔട്ട്സൈഡ് ഓഫ് ദി വെസ്റ്റേൺ ഹെമിസ്ഫിയർ. കാരണം പാശ്ചാത്യ ലോകത്തിന് വെളിയിൽ നിന്ന് നാറ്റോയിൽ കയറി പറ്റിയ ഒരേ ഒരു രാജ്യം അമേരിക്കയാണ്. ഇറ്റലിയും ഫ്രാൻസും ലക്സംബർഗും ബെൽജിയവും കാനഡയും ഡെൻമാർക്കും നെതർലാൻഡ്സും നോർവേയും പോർച്ചുഗലും UK അഥവാ ബ്രിട്ടനും പിന്നെ പാശ്ചാത്യേതര എന്ന് പറയാവുന്നത് അമേരിക്കയാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇതോടെ പല അലൈസും ഒട്ടാവ എഗ്രിമെന്റിൽ തന്നെ സൈൻ ചെയ്തിരുന്നു. ഇതാണെങ്കിൽ 1951 ഡോക്യുമെന്റ് ആയിരുന്നു. അത് കൂടാതെ നാറ്റോയുടെ മെയിൻ ഹെഡ്ക്വാർട്ടേഴ്സിനെ കുറിച്ച് പറയണം. അത് ബ്രസൽസ്, ബെൽജിയത്തിലെ ബ്രസൽസ് ആണ്. അതേസമയം നാറ്റോയുടെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് ബെൽജിയത്തിലെ മോൺസിനടുത്താണ്. എന്തുവാകട്ടെ, ദി അലയൻസ് ഹാസ് ഇൻക്രീസ്ഡ് ഇറ്റ്സ് നാറ്റോ റെസ്പോൺസ് ഫോഴ്സ് ഡിപ്ലോയ്മെന്റ് in Eastern Europe and the combined military of all NATO members, which include around 3.5 million soldiers and personnel. ഈ നാറ്റോയുടെ ആർട്ടിക്കിൾ 14 ആർട്ടിക്കിളുണ്ട്. ഈ 14 ആർട്ടിക്കിൾ പറയുന്ന കാര്യങ്ങൾ സഖ്യകക്ഷികൾ എങ്ങനെയൊക്കെ തർക്കങ്ങൾ സമാധാനപരമായിട്ട് സെറ്റിൽ ചെയ്യാനായിട്ട് മെമ്പർ കൺട്രീസ് ശ്രമിക്കണം. അവർക്കിടയിൽ തർക്കങ്ങളുണ്ടെങ്കിൽ മെമ്പേഴ്സ് എന്തെങ്കിലും എക്കണോമിക് കൊളാബറേഷനോ മറ്റു കാര്യം കോൺഫ്ലിക്റ്റോ ഒക്കെ എക്കണോമിക് കൊളാബറേഷൻ എൻകറേജ് ചെയ്യണം. കോൺഫ്ലിക്റ്റുകൾ പരമാവധിയും ഒഴിവാക്കട്ടെ, എലിമിനേറ്റ് ചെയ്യണം. ഇതാണ് പറഞ്ഞിരുന്നത്. മെമ്പേഴ്സിന് വീണ്ടും ഒരു ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ അവർക്ക് ആംഡ് അറ്റാക്ക് റെസിസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുന്നു. അതിന് കുഴപ്പമില്ല. അവരെ ആരെങ്കിലും ആക്രമിച്ചാൽ അവർക്ക് ഒറ്റയ്ക്ക് തന്നെ അതിനെ ചെറുക്കാം. എന്നാൽ ചിലപ്പോഴൊക്കെ ടെറിട്ടറൽ ഇൻറ്റഗ്രിറ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് മെമ്പേഴ്സിന് കൺസൾട്ട് ചെയ്യാനും സാധിക്കും, മറ്റ് പുറമേ നിന്നുള്ള ഭീഷണികളെ സംബന്ധിച്ച്. അതുപോലെ തന്നെ മെമ്പേഴ്സ് എഗ്രി ദാറ്റ് ആൻ ആംഡ് അറ്റാക്ക് ഓൺ എനി പാർട്ടി ഈസ് ആൻ അറ്റാക്ക് ഓൺ ദം ഓൾ. ഇവരിൽ നാറ്റോയിൽ സഖ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തെ ഒരു സായുധാക്രമണം നടന്നാൽ അത് തങ്ങൾക്ക് എല്ലാം എതിരെയുള്ള ഒരു ആക്രമണമാണെന്ന് അവർ കരുതണം. നാറ്റോ സഖ്യ രാജ്യങ്ങളെല്ലാം കരുതണം എന്നാണ് പറയുന്നത്. എന്നിട്ട് ആംഡ് ഫോഴ്സിനെ വിന്യസിക്കുന്നതടക്കമുള്ള ആവശ്യമായ നടപടികൾ എല്ലാവരും ഒരുമിച്ച് കൈക്കൊള്ളണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആൻ ആംഡ് അറ്റാക്ക് ഓൺ എനി മെമ്പർ ഈസ് ഡിഫൈൻഡ് ആസ് ആൻ അറ്റാക്ക് ഓൺ ദ ടെറിട്ടറി ഫോഴ്സസ്, വെസൽസ് ഓർ എയർക്രാഫ്റ്റ് ഓഫ് എനി മെമ്പർ. അതുപോലെ തന്നെ ദിസ് ട്രീറ്റി ഡസ് നോട്ട് ആൾട്ടർ എനി ഒബ്ലിഗേഷൻ ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ്. ഇനി ഐക്യരാഷ്ട്രസഭയുടെ ഒരു മെമ്പേഴ്സിൻ്റെയും ഒരു ഒബ്ലിഗേഷനെയും ഇത് ലംഘിക്കുന്നില്ല എന്നതാണ്, മാറ്റം വരുത്തുന്നില്ല. ഇങ്ങനെ കുറേ കണ്ടീഷൻസ് 14 കണ്ടീഷൻസ് നാറ്റോയുമായി വന്നത്. ഇനി 10 വർഷം കഴിഞ്ഞപ്പോൾ ഏതെങ്കിലും ഒരു ഈ തങ്ങളുടെ ഉടമ്പടി പുനഃപരിശോധിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ, റിവ്യൂ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനാവശ്യപ്പെടാൻ അംഗങ്ങൾക്ക് അധികാരമാണ് 10 വർഷത്തേക്ക് കഴിഞ്ഞിട്ട്. ഇനി 20 വർഷങ്ങൾക്ക് ശേഷം വേണമെങ്കിൽ ഏതെങ്കിലും ഒരു മെമ്പർ പ്രയർ നോട്ടീസ്, മുൻകൂർ നോട്ടീസ് കൊടുത്തിട്ട് അതിന് അംഗമല്ലാതെ ആവണമെങ്കിലും ആവാം. ഇങ്ങനെയൊക്കെയാണ് പല കാര്യങ്ങളും അതിൻ്റെ ആർട്ടിക്കിളുകളിൽ പറയുന്നത്. എന്തായാലും നാറ്റോ ഇപ്പോഴും തുടരുന്ന ഒരു സഖ്യം തന്നെയാണ്. മൂന്നാമത്തെ ചോദ്യം പെരിസ്ട്രോയിക്കയാണ്. റഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന മിഖായിൽ ഗോർബച്ചേവ് കൊണ്ടുവന്ന ഒരു നയമാണ്. 2 നയങ്ങളാണ് പ്രസക്തമായിട്ട് നമ്മൾ പറയേണ്ടത്, ഗ്ലാസ്നോസും പെരിസ്ട്രോയിക്കയും. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പെരിസ്ട്രോയിക്കയാണ്. ഗ്ലാസ്നോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുതാര്യത കൊണ്ടുവരിക എന്നുള്ളതാണ്. പെരിസ്ട്രോയിക്ക എന്ന് പറഞ്ഞാൽ നിർമ്മാണം അഥവാ റീസ്ട്രക്ചറിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, പുനഃസംഘടന എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് അതിൻ്റെ ലിറ്ററൽ മീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ റീസ്ട്രക്ചറിങ് ദ പൊളിറ്റിക്കൽ എക്കണോമി ഓഫ് ദ സോവിയറ്റ് യൂണിയൻ, അതായിരുന്നു ഈ പെരിസ്ട്രോയിക്ക എന്ന കാര്യത്തിൻ്റെ. കാരണം ഒരു കാലഘട്ടത്തിൽ സോവിയറ്റ് യൂണിയനിൽ വലിയ സാമ്പത്തിക മാന്ദ്യം, ഒരു സ്റ്റാഗ്നേഷൻ്റെ പീരീഡ് ഉണ്ടായിരുന്നു. അതിനെ അവസാനിപ്പിക്കാനാണ് റീസ്ട്രക്ചറിങ്, സാമ്പത്തിക രംഗത്ത് അഴിച്ചുപണി വേണ്ടി വന്നത്. അതിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് പെരിസ്ട്രോയിക്ക. ഇറ്റ് വാസ് ദ അറ്റംപ്റ്റ് ടു എൻഡ് ദ ഇറ ഓഫ് സ്റ്റാഗ്നേഷൻ.
Perestroika allowed more independent actions from various ministries and introduced many market-like reforms. It was a political reform movement within the Communist Party of the Soviet Union during the late 1980s, widely associated with the CPSU General Secretary Mikhail Gorbachev and his glasnost meaning transparency policy reform.